ഫൈനലി ബിഗ് ബോസ് അങ്ങനെ പണിപ്പുര തുറന്നു കൊടുത്തിരിക്കുന്നു. അൺലിമിറ്റഡ് ആയി നിങ്ങൾക്ക് അവിടെയുള്ള എല്ലാ സാധനങ്ങളും എടുക്കാമെന്നായിരുന്നു ബിഗ് ബോസ് പറഞ്ഞത്. എന്നാൽ മത്സരാർത്ഥികൾക്ക് ആകെ ഒരു ഡൗട്ട്, ആദ്യം ഇങ്ങനെ ഒരു ഓഫർ തരുമ്പോൾ തന്നെ പേടിക്കണം, പിന്നീടാണല്ലോ പണി വരുന്നത്. ഇങ്ങനെ ഒരു ഓഫർ കൊടുത്തപ്പോൾ അവർ ആകെ കൺഫ്യൂസ്ഡ് ആയിരുന്നു. ബിഗ് ബോസ് പറഞ്ഞു, ഞാൻ നിങ്ങളെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്, എന്നാൽ ഞാൻ ഒട്ടും മനസാക്ഷിയില്ലാത്തവനല്ല, അതുകൊണ്ട് തന്നെ പണിപ്പുര നിങ്ങൾക്കായി തുറന്നു വെച്ചിരിക്കുന്നു. എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയി തന്നെ എടുത്തു പോകാമെന്നായിരുന്നു ബിഗ് ബോസ് പറഞ്ഞത്. എന്നാൽ ആര്യന് മാത്രമായിരുന്നു ഈ ടാസ്കിനോട് ഒട്ടും താല്പര്യമില്ലാതിരുന്നത്. കാരണം ബിഗ് ബോസ് ഇതുപോലൊരു പണി തരുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇതിന്റെ ബാക്കിൽ വേറെ എന്തെങ്കിലും ലക്ഷ്യമുണ്ടാകും. ഇന്നലെ തന്നെ ടാസ്കിൽ ഒട്ടും ഉറങ്ങിയിട്ടില്ല, അതുകൊണ്ട് ഇനി എനിക്ക് ഉറക്കം കളയാൻ വയ്യ എന്നായിരുന്നു ആര്യന്റെ വാദം. അതുകൊണ്ട് തന്നെ പണിപ്പുരയിൽ കയറുന്ന ആരും തന്നെ എന്റെ ഒരു സാധനങ്ങളും എടുക്കണ്ട എന്നായിരുന്നു ആര്യൻ മറ്റുള്ളവരോട് പറഞ്ഞത്. എന്നാൽ ജിസേൽ പറഞ്ഞു, നീ അങ്ങനെ ചെയ്യരുത്, ബിഗ് ബോസിനെ അനുസരിക്കണം. ബിഗ് ബോസ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ കബോർഡിൽ വെച്ചോ, ഉപയോഗിക്കുന്നതും ഉപയോഗിക്കാത്തതും നിന്റെ ഇഷ്ടം, നീ ബിഗ് ബോസിനെ അനുസരിക്കുക എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ജിസേൽ ആര്യനെ കൺവിൻസ് ചെയ്തു. പിന്നീട് അങ്ങോട്ട് ആകെ പിടിയും വലിയുമായിരുന്നു. എല്ലാവരും ഓരോ സാധനങ്ങൾ എടുത്ത് ഓടുകയായിരുന്നു. ബിഗ് ബോസ് പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് ഇത്രയും ടെൻഷൻ ആവുന്നത്? സമയപരിമിതികളോ മറ്റും ഒന്നുമില്ല, നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും സാധനങ്ങൾ എടുത്തു തന്നെ ഇവിടെ നിന്ന് പോകാം. എല്ലാം നിങ്ങളുടെ സാധനങ്ങൾ തന്നെയാണ്, അതുകൊണ്ട് ആരും ധൃതി വെക്കേണ്ട ആവശ്യമില്ല. എല്ലാവരുടെ സാധനവും അതിലുണ്ട്, എല്ലാവർക്കും ഇത് എടുത്തു പോകാമെന്നായിരുന്നു ബിഗ് ബോസ് പറഞ്ഞത്. എന്നാൽ മത്സരാർത്ഥികൾ അവരുടെ സാധനം കണ്ടപ്പോൾ ബിഗ് ബോസ് പറയുന്നതൊന്നും കേൾക്കാതെ വാരിയെടുത്ത് ഓടുകയായിരുന്നു. ഇതിനിടയിൽ കിട്ടുന്ന സാധനങ്ങളെല്ലാം പുറത്തോട്ടേക്ക് എറിയുന്നതിനിടയിൽ അനുമോളുടെ പെർഫ്യൂം എങ്ങാനും പൊട്ടിയിട്ടുണ്ട്. പിന്നെയും ബിഗ് ബോസ് ഇടപെട്ട് പറഞ്ഞു, നിങ്ങൾ ആരും ടെൻഷൻ ആവേണ്ട, എല്ലാം നിങ്ങളുടെ സാധനങ്ങൾ തന്നെ, അതിൽ പൊട്ടുന്ന വസ്തുക്കളുമുണ്ട്, അതുകൊണ്ട് തന്നെ എടുത്ത് എറിയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും സമയം അവിടെയുണ്ട്, നിങ്ങൾ മുഴുവൻ സാധനങ്ങൾ എടുത്തോളൂ എന്നാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത്. എന്തു തന്നെയായാലും ഹൗസ് മേറ്റ്സ് പണിപ്പുര അങ്ങോട്ട് കാലിയാക്കിയിട്ടുണ്ട്. അവിടെ ഏറ്റവും കൂടുതൽ സാധനങ്ങളുള്ളത് അനുമോൾക്കാണ്. അനുമോളുടെ സാധനമാണ് എല്ലാവരുടെ കയ്യിലും കിട്ടുന്നത്. അവസാനം എല്ലാ സാധനങ്ങളും കൂട്ടിയിട്ട് നോക്കുമ്പോൾ ഒരു കടയ്ക്കുള്ള സാധനം തന്നെ അനുമോളുടേതുണ്ട്. എന്തു തന്നെയായാലും പണിപ്പുര എല്ലാവരും കൂടി കാലിയാക്കിയിട്ടുണ്ട്. എന്നാൽ ആര്യന് മാത്രമാണ് ഇപ്പോഴും ബിഗ് ബോസിന് വിശ്വാസമില്ലാത്തത്. അവൻ പറഞ്ഞു, എനിക്ക് ഈ സാധനങ്ങളൊന്നും വേണ്ട, ഇപ്പോൾ ഉള്ളത് വെച്ച് സർവൈവ് ചെയ്യാൻ പറ്റും, അതുകൊണ്ട് തന്നെ എനിക്ക് ഓണത്തിനുള്ള ഒരു ജോഡി ഡ്രസ്സ് മാത്രം മതി, അതുകൊണ്ട് തന്നെ എന്റെ എല്ലാ സാധനങ്ങളും തിരിച്ച് അങ്ങോട്ട് തന്നെ ഇട്ടോളൂ എന്ന് പറഞ്ഞു. എന്നാൽ ജിസേൽ അത് ബ്ലോക്ക് ചെയ്തിരിക്കുന്നു. അഭിലാഷ് മാത്രമാണ് മുഴുവൻ ഡ്രസ്സും എടുക്കാത്തത്. അവൻ പറഞ്ഞു, ഇവിടെ എന്റെ കയ്യിൽ ഡ്രസ്സ് കിട്ടിയിട്ട് പോലും ഞാനത് പൂർണ്ണമായി യൂസ് ചെയ്യാത്ത ഒരു വ്യക്തിയാണ്, അതുകൊണ്ട് തന്നെ അനാവശ്യമായിട്ടുള്ള സാധനങ്ങളൊന്നും തന്നെ എനിക്ക് വേണ്ട, എനിക്ക് ആവശ്യമുള്ള വസ്തുക്കൾ ഞാൻ എടുത്തിട്ടുണ്ട്, ബാക്കിയെല്ലാം അവർ തിരിച്ചു കൊണ്ടുപോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് ബിഗ് ബോസ് ചോദിച്ചത്, ഇനി അഭിലാഷ് അകത്തേക്ക് വരുന്നുണ്ടോ എന്ന്. അഭിലാഷ് പറഞ്ഞു, ഞാൻ ഒന്നും കൂടി നോക്കിയതിന് ശേഷം തിരിച്ചു വരാമെന്ന്. ഷാനവാസ് പറഞ്ഞു, നീ അവിടെയുള്ള എല്ലാ സാധനങ്ങളും എടുത്തോളൂ അഭിലാഷ്, ആവശ്യമില്ലെങ്കിൽ നിനക്കത് പിന്നീട് കൊടുക്കാമല്ലോ, അതുകൊണ്ട് തന്നെ എല്ലാം എടുത്തോ എന്ന് പറഞ്ഞു.